2024 ഡിസംബർ മാസം 10-ാം തീയതി ഞാനും അജീഷും തിരുവല്ലയിലെ ഉണ്ണിച്ചേട്ടനും ത്രിലോക്നാഥും ചേർന്ന് എരുമേലിയിൽ നിന്നും ശബരിമല സന്നിധാനം വരെ നടന്നുപോയി. ഏകദേശം 45 കിലോമീറ്ററോളം ഉണ്ട് ദൂരം. ഇവിടെ 2 അയ്യപ്പ ക്ഷേത്രങ്ങളാണ് എരുമേലിയിലുള്ളത്. ഒന്ന് പ്രധാന ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം, വലിയ ധർമ്മശാസ്താ ക്ഷേത്രം, അയ്യപ്പ ക്ഷേത്രം. മറ്റേത് പേട്ട ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. ഈ പേട്ട ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം വാവരുപള്ളിക്ക് സമീപമാണ്. അയ്യപ്പന്മാർ പേട്ട തുള്ളൽ തുടങ്ങുന്നത് ഈ പേട്ട ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നിന്നാണ്. അവിടെ നിന്ന് പാഞ്ചിത്തോലുമൊക്കെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ തുള്ളിയാണ് വരുന്നത്. ഇതാണ് വാവരുപള്ളി. പാഞ്ചിത്തോലുമൊക്കെ കയ്യിൽ പിടിച്ച് ഉറഞ്ഞു തുള്ളി ഡാൻസ് ചെയ്ത് പ്രധാന ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെത്തും, അയ്യപ്പ ക്ഷേത്രത്തിലെത്തും. നമ്മൾ ആദ്യം സാധാരണക്കാർക്ക് അറിയാവുന്നത് ഒറ്റ അയ്യപ്പ ക്ഷേത്രം മാത്രമാണ്. അതായത് അത് പ്രധാന അയ്യപ്പ ക്ഷേത്രം അല്ല, ഇങ്ങനെ ഒരു അയ്യപ്പ ക്ഷേത്രം കൂടി ഇവിടെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കയറുന്നത്. അന്യസംസ്ഥാന അയ്യപ്പന്മാരാണ് ഭൂരിപക്ഷവും ഇവിടെ പേട്ട തുള്ളി പോകുന്നത്. ഇതാണ് പാഞ്ചേല വിൽക്കാൻ വെച്ചേക്കുക. ഈ പാഞ്ചേലയാണ് കയ്യിൽ പിടിച്ച് പരസ്പരം അടിച്ചും രസിച്ചും ഒക്കെയാണ് അവർ പേട്ട തുള്ളി പോകുന്നത്. നല്ല ദേഹത്തൊക്കെ കളറൊക്കെ പൂശി ഒക്കെയാണ് പോകുന്നത്. ഇവിടെ നമ്മൾ തുടങ്ങുന്നത് പത്തനംതിട്ടയിൽ നിന്ന് ഞങ്ങൾ എരുമേലിയിലെത്തി. എരുമേലിയിൽ നിന്നും മുണ്ടക്കയം റൂട്ടിൽ സഞ്ചരിച്ച് പേരൂർത്തോട് ചെന്നിട്ട് വലത്തോട്ട് തിരിഞ്ഞ് ഇരുമ്പൂന്നിക്കര വഴി കോയിക്കൽക്കാവ് ചെക്ക് പോസ്റ്റിലെത്തി. ചെക്ക് പോസ്റ്റിൽ നിന്നും പിന്നെ ഉള്ളിലേക്ക് കയറുകയാണ്. ഒരു തേക്കും കാടാണ് ആദ്യം കാണുന്നത്. അവിടെ ദൂരമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സന്നിധാനത്തിലേക്കുള്ള ദൂരം, ഓരോ സ്ഥലത്തേക്കുള്ള ദൂരവും എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാനൊന്ന് വായിക്കാം. എരുമേലിയിൽ നിന്നും 6.5 കിലോമീറ്ററാണ് ഈ കോയിക്കൽക്കാവ് ചെക്ക് പോസ്റ്റ് വരെ. ഈ കോയിക്കൽക്കാവ് ചെക്ക് പോസ്റ്റിൽ നിന്നും കാളകെട്ടി വരെ 6 കിലോമീറ്റർ, അഴുതക്കടവ് വരെ 7 കിലോമീറ്റർ, കല്ലിടാംകുന്ന് വരെ 9 കിലോമീറ്റർ, മുക്കുഴി 11 കിലോമീറ്റർ, പുതുശ്ശേരി 17 കിലോമീറ്റർ, കരിമല 21 കിലോമീറ്റർ, വലിയാനവട്ടം 24 കിലോമീറ്റർ, ചെറിയാനവട്ടം 25 കിലോമീറ്റർ, പമ്പ 25.5 കിലോമീറ്റർ, സന്നിധാനം 30 കിലോമീറ്റർ. ഇത് ആദ്യത്തെ ദിവസത്തെ യാത്രയാണ്. 2 ദിവസം കൊണ്ടാണ് സന്നിധാനത്തെത്തുന്നത്. ആദ്യത്തെ ദിവസം എരുമേലിൽ നിന്നും തിരിച്ച് പുതുശ്ശേരിയിൽ എത്തി അവിടെ താമസിക്കും. കോയിക്കൽക്കാവ് ചെക്ക് പോസ്റ്റിൽ നിന്നും പുതുശ്ശേരി വരെ 17 കിലോമീറ്ററാണ്. അതായത് എരുമേലിൽ നിന്നും 17ഉം 6.5 കിലോമീറ്റർ കോയിക്കൽക്കാവ് ചെക്ക് പോസ്റ്റ് വരെ വരുന്നതും കൂടെ കൂട്ടി 23.5 കിലോമീറ്റർ ദൂരം വരും ആദ്യത്തെ ദിവസത്തെ യാത്ര. സ്വാമിയേ ശരണമയ്യപ്പോ, സ്വാമിയേ. രണ്ടാമത്തെ ദിവസം കരിമല കയറി വലിയാനവട്ടം, ചെറിയാനവട്ടം, പമ്പ വഴി സന്നിധാനത്തിലെത്തും. ഞങ്ങൾ എരുമേലി വന്നിട്ട് സന്നിധാനത്തിൽ നടന്നു പോവുകയാണ്. ഞാൻ അപ്പച്ചയുടെ മോൻ, ഇത് ത്രിലോക്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളെല്ലാം കൂടെ പുല്ലുമേട് വഴി പോയാണ്. ഇത് ഉണ്ണിച്ചേട്ടൻ നടപ്പിൻ്റെ ആശാന. ഉണ്ണിച്ചേട്ടനെ ഒന്നും പറയാൻ പറ്റത്തില്ല. മൂത്താശാൻ. പിന്നെ ഉണ്ണിച്ചേട്ടനാണ് ഞങ്ങളുടെ നേതാവ്. ഗുരുസ്വാമിയോ? അല്ലല്ല, ഇത് ഉണ്ണിച്ചേട്ടനാണ് ഗുരുസ്വാമി ആക്കിയിരിക്കുന്നത്. ഉണ്ണിച്ചേട്ടനാണ് ഞങ്ങളുടെ
ഒന്നും ആയില്ല. തുറസായ ഒരു സ്ഥലത്ത് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ തേക്ക് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഒരു തേക്കുണ്ട്. ആ ദേ ഇതെല്ലാം തേക്കാം. ഞങ്ങൾ അടുത്തൊരു സ്ഥലത്തെത്തി. അരശിമുടിക്കോട്ട തലപ്പാറ മലക്ഷേത്രത്തിലെത്തി. ഇടയ്ക്കിങ്ങനെ തടയണകളുണ്ട്. ആനയ്ക്കും മൃഗങ്ങൾക്കും ഒക്കെ വെള്ളം കുടിക്കാനൊക്കെ. അതാ ഇവിടെ ഒരു നീർക്കാക്ക അവിടെയുണ്ട്. എരുമേലി ചെന്നിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ശബരിമലയ്ക്ക്. കാളകെട്ടി അടുക്കാറായി. അമ്പലത്തിലെത്തി. ഇപ്പോൾ സമയം 8:20. കാളകെട്ടി അമ്പലത്തിൻ്റെ നിന്നുള്ള ദൃശ്യമാണ്. കാളകെട്ടിയിൽ ഞങ്ങൾ കുറച്ചു നേരം ഒരു 10-15 മിനിറ്റോളം വിശ്രമിച്ച്
ആഹാരമൊക്കെ അവിടെ നിന്ന് ഹോട്ടലിൽ നിന്ന് ആഹാരമൊക്കെ കഴിച്ച ശേഷം വീണ്ടും യാത്ര തിരിച്ചു. ഞങ്ങൾ കാളകെട്ടി ഇവിടെ ചെറുതായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അതൊക്കെ അങ്ങോട്ട് പോവാം. ഇത് അടുത്ത അടുത്തത് അഴുതയാണ്. അഴുത ஏழைத்துக்கு முக்கியமான வழிபாடு வழிபாடாகும் சென்னையப்பா. വഴി പോകുന്ന റോഡാണ് ഇത്. മുണ്ടക്കയം ഇല്ലയോ? ഇത് മുണ്ടക്കയം. ഇത് ഏത് ഭാഗത്തേക്ക് ചെന്ന് കയറുന്നേ? മുണ്ടക്കയത്തിന് പോകുന്ന വഴിയാണ്. ഈ മെയിൻ റോഡിൽ നിന്ന് വന്നിട്ട് പരമ്പരാഗത കാനനപാത, ട്രഡീഷണൽ ഫോറസ്റ്റ് പാത്ത്, അഴുതക്കടവിലേക്ക് സ്വാഗതം. അഴുതയിലേക്കുള്ള വഴിയാണ്. ഇനി മൊത്തം കാനനപ്പാതയാണ്. ഇനി മൊത്തം കാനനപ്പാതയില്ലയോ? എന്താ എന്താ ടോയ്ലറ്റ് സൗകര്യം. ഇത് അഴുത കവാടം കഴിഞ്ഞിട്ട് താഴോട്ടിറങ്ങുമ്പോഴുള്ള നദിയാണ്. ഈ അഴുത നദിയിൽ കുളിച്ചിട്ട് അവിടെ ധാരാളം ഉരുളൻകല്ലുകളുണ്ട്. ആ ഉരുളൻകല്ലെടുത്ത് അതുകൊണ്ട് കയറി കല്ലിടാങ്കുന്നിൽ ഇടുക എന്നൊരു ആചാരമുണ്ട്. നമ്മൾ ചെയ്ത പാപങ്ങൾ അതിൻ്റെ പരിഹാരമായിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നാണ് സങ്കല്പം. ഞാനും അജീഷും കല്ലെടുത്തില്ല. ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഉണ്ണിച്ചേട്ടനും ത്രിലോക്നാഥും കല്ലെടുത്ത് കല്ലിടാങ്കുന്നിൽ നിക്ഷേപിച്ചു. ഇവിടെ നല്ല കയറ്റമാണ്, കുത്തുകയറ്റം. ഈ കയറ്റം ഇഞ്ചിപ്പാറക്കോട്ട, ഉടുമ്പാറവില്ലൻ ശ്രീ അയ്യപ്പ ക്ഷേത്രം വരെ തുടരും. അത്രയ്ക്ക് വലിയ കയറ്റമാണ്. കരിമല കയറ്റമൊന്നും ഇതിനെ സംബന്ധിച്ച് വലിയ കയറ്റമല്ല. ഈ ഒരു കയറ്റമാണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള കയറ്റമാണ്. പാപപരിഹാരം ഉണ്ടാവുമെന്നാണ് സങ്കല്പം. അഴുത നദിയിൽ നിന്ന് കല്ലെടുത്ത് കല്ലിടും കുന്നിൽ. ഞാൻ കല്ലെടുത്തില്ല, എനിക്ക് പാപമില്ലാത്തതുകൊണ്ട് ഞാൻ കല്ലെടുത്തില്ല. ഇൻവെർട്ടർ ഇപ്പം 3 അല്ലേ ഇരിക്കുന്നത്, 2 ഇൻവെർട്ടർ കണക്ട് ചെയ്തു. ഇത് വെറും കയറ്റമല്ല, ഇത് നല്ല കല്ലുകളും ഇടയ്ക്ക് വേരും അങ്ങനെയൊക്കെയുള്ള കയറ്റമാണ്. കയറാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ അഴുതയിൽ നിന്ന് കയറി, അഴുത കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. അഴുത കല്ലിടാങ്കുന്ന് കയറ്റം ഇല്ലയോ? അല്ലല്ല, ഇത് അഴുത കയറ്റം. കല്ലിടാങ്കുന്നല്ലേ ഇരുന്ന് കയറുന്നേ? ആ, അഴുതമല. അല്ല, ഇതെന്തോ അഴുതമല കയറ്റം. അഴുതമലയുടെ മുകളിൽ കല്ലിടാങ്കുന്നിട്ട് കല്ലിടണം. ഉണ്ണിച്ചേട്ടൻ എടുത്തിട്ടുണ്ട്, പുള്ളിയുടെ പാവം തീർക്കാൻ വേണ്ടി. ഞാൻ എടുത്തിട്ടില്ല, എനിക്ക് പാവമില്ലാത്തതുകൊണ്ട് ഞാൻ പാവം ചെയ്തിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ട്. മഹാഭാവികൾ എടുക്കുകയില്ല. ഒരു പാവവും ചെയ്യാത്തവൻ എടുത്തില്ല. പാവം ചെയ്തിട്ടുള്ള അതെ അതെ അതെ, മഹാഭാവികൾക്ക് എടുക്കാനുള്ള അവസരം. അതെ അതെ അതെ. വേണ്ട ഇദ്ദേഹം ഈ എത്ര 67 വയസ്സിൽ പാവം തീർക്കാൻ വേണ്ടി വന്നേക്കാണ് മനുഷ്യൻ. വീട്ടിൽ ഇരിക്കേണ്ടത്, കൊച്ചുമക്കളെ കളിപ്പിച്ചിരിക്കേണ്ടത്. നല്ല കയറ്റമാണെങ്കിലും നല്ല ദൃശ്യഭംഗിയാണ്.
ഇത് പതുക്കെ ആണ് കയറേണ്ടത്. ഞങ്ങൾ വളരെ സ്ലോയിൽ കയറി ചുറ്റുമുള്ള വനമൊക്കെ കണ്ട് ഇടയ്ക്കിരുന്ന് വിശ്രമിച്ച് കിളികളുടെയൊക്കെ ശബ്ദം കേട്ട് അങ്ങനെ രസിച്ചാണ് കയറിപ്പോയത്. ധാരാളം വലിയ വൃക്ഷങ്ങൾ, ഭീമാകാരന്മാരായ വൃക്ഷങ്ങൾ ഇഷ്ടം പോലുണ്ട്. കണ്ടാൽ നമുക്ക് അത്ഭുതം തോന്നും. ഉണ്ണിച്ചേട്ടനും ത്രിലോക്നാഥും ഏതോ സ്പോർട്സിന് പങ്കെടുക്കുന്നത് പോലെയാണ് കയറിപ്പോകുന്നത്. അവർക്ക് പെട്ടെന്ന് മുന്നേ ചെല്ലുമ്പോൾ ഏതോ ഒരു ആത്മസംതൃപ്തി. പക്ഷെ ഞാൻ അങ്ങനല്ല. ഞാൻ പതുക്കെ പുറകിൽ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് വളരെ സാവധാനമാണ് കയറുന്നത്. തന്നെയല്ല, ഇവിടെ ഓടി കയറാനും പറ്റത്തില്ല. ഈ വേരുകളൊക്കെ കണ്ടില്ലേ, ഈ വേരുകളൊക്കെ കുടുങ്ങി വീഴാൻ സാധ്യതയുണ്ട്. വേരുകളെ കല്ല്, ധാരാളം കല്ലുകൾ. നല്ല പ്രായമുള്ളൊരു വൃക്ഷമാണ്. ഇതിൻ്റെ അതായത് കല്ലിരിക്കുന്നുണ്ട്. താഴേന്ന് വളർന്ന് പൊങ്ങിപ്പോന്നതാണ്. പോകുന്ന വഴിക്കെല്ലാം ആഹാര സാധനങ്ങൾ വിൽക്കുന്ന കടകളും ഒക്കെയുണ്ട്. എല്ലാ സാധനങ്ങളും കിട്ടും. പണ്ടൊക്കെ ഇത് വഴി വരുന്നവർ വെള്ളം പോലും കിട്ടില്ല, അതെല്ലാം ചുമ്മിക്കൊണ്ട് പോകണമായിരുന്നു. അങ്ങനെ കല്ലിടാംകുന്ന് എത്തി. ഇപ്പോൾ സമയം 10:39. കല്ലിടാംകുന്ന് രാവിലെ 10:39. കല്ലിടാംകുന്ന് കല്ലിടാംകുന്ന് ഉണ്ടോ? കല്ലിടാംകുന്ന് അഴുതേന്ന്, അഴുത നദിയോ അല്ലയോ, അഴുതാ നദിയിൽ നിന്ന് കല്ലെടുത്ത് കൊണ്ടിട്ട കല്ലുകളായി കിടക്കുന്നില്ല. എൻ്റെ ഉണ്ണിച്ചേട്ടൻ ഉടിച്ചൻ്റെ സർവ്വപാപങ്ങളും കണ്ടോ, ചെറുപ്പകാലത്തെല്ലാം ചെയ്ത പാപങ്ങൾ അങ്ങോട്ട് വാ. ആ ഉണ്ണിച്ചേട്ടൻ ഇടുക കണ്ടോ, ഉണ്ണിച്ചേട്ടൻ്റെ പാവങ്ങൾ തീർന്നു. കണ്ടോ, ത്രിലോകനാഥിൻ്റെയും പാവങ്ങൾ തീർന്നു. മഹാഭാവികളുടെ രണ്ടുപേരുണ്ട്, അവരുടെ ഞങ്ങൾ എടുത്തില്ല. കാരണം വെച്ചാൽ ഞങ്ങൾ പാവം ചെയ്തിട്ടില്ല, മഹാഭാവായത് ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാം താഴെ നിന്ന് വന്ന കല്ലുകളാണ് ഇല്ലയോ, കണ്ടോ, അഴുതയിൽ നിന്ന് മുങ്ങിയെടുത്ത കല്ല്, അഴുതയിൽ നിന്നുള്ള കല്ലുകളാണ്. ഉണ്ടോ, വലിയ കല്ലുകൾ അറിയുണ്ട്. ഇതെല്ലാം അവിടെ നിന്ന് വരുന്ന കല്ലുകളാണ്. വർഷങ്ങളായിട്ട് വലിയ കല്ലുകൾ വരെ ഉണ്ടല്ലേ. അല്ല എവിടെയെങ്കിലും ഉറങ്ങാൻ സ്ഥലം. കല്ലിടാംകുന്ന് കഴിഞ്ഞു. ഇനി ഏതാ, പുതുശ്ശേരിക്കോട്ട ഇല്ലയോ, പുതുശ്ശേരിക്കോട്ട ഇല്ലയോ, ആ ഇഞ്ചിപ്പാറക്കോട്ട. ഇനി ഇഞ്ചിപ്പാറക്കോട്ട. ഇഞ്ചിപ്പാറക്കോട്ടയിലേക്ക് പോവാം. ഓ തേക്കല്ല, പൊട്ടി കയറിയിരിക്കുന്നതല്ല, തേക്ക എന്നെ പിടിച്ച് കിടത്തില്ല. ഇത് ആനത്താരയാണ്. ആന ഇറങ്ങി വന്ന് പോകുന്ന വഴിയാണ്ടോ. ആന വെള്ളം കുടിക്കാനും ഒക്കെ പോകുന്ന വഴികളാണ്. കല്ലിടാംകുന്ന് കഴിഞ്ഞും നല്ല കയറ്റമാണ്. ഇഞ്ചപ്പാറക്കോട്ട ഇല്ലയോ, അങ്ങനെ ചേട്ടാ പറഞ്ഞേ, ഇഞ്ചപ്പാറക്കോട്ട.
അതുകൊണ്ട് അപ്പച്ചിയുടെ അമ്മ വരുന്നു. എന്താ വളച്ചു? അപ്പുറം ആ രാഞ്ഞിരിയാണ്. പോടായി. ഇവിടെ ഏറുമാടമൊക്കെ ഉണ്ട്. കടയിലെ സാധനങ്ങൾ വെക്കാനും അവർക്ക് രാത്രി കിടക്കാനും ഒക്കെ ആയിരിക്കാം ഒരു വള്ളി ഏറുമാടം കാണും. ഉണ്ടോ? കരിങ്കുരങ്ങൻ. ഉറുമ്പും കൂടെ ഉണ്ടോ? അങ്ങനെ അഴുത കല്ലിടാംകുന്ന് കഴിഞ്ഞ ഇഞ്ചിപ്പാറക്കോട്ട എത്തി. ഇഞ്ചിപ്പാറക്കോട്ട ഉടുമ്പാറ വില്ലൻ ശ്രീ അയ്യപ്പ ടെമ്പിൾ. ഉടുമ്പാറ വില്ലൻ കണ്ട. ഇതാണ് ഇഞ്ചിപ്പാറക്കോട്ട. ഇവിടെ നിന്ന് ഇനി മുക്കുഴി ഇനി ഇറക്കമാണ്. അഴുത മുതൽ ഇഞ്ചിപ്പാറക്കോട്ട വരെ കയറ്റമാണ്. നല്ല കയറ്റമാണ്. ഇവിടെ വന്നപ്പോൾ 11:06 11:06. നാളികേരം അടിക്കുന്ന സ്ഥലം ഇഞ്ചിപ്പാറക്കോട്ട. ചോദിച്ചാലേ കിട്ടത്തുള്ളൂ. ഇനിയും നല്ല ഇറക്കം. ഏതാ ഓ ഇത് കിണറാണ്. ഓ കണ്ടോ, ഇവിടുന്ന് വെള്ളം എടുക്കുന്ന കണ്ടോ, സ്ലാബ് ഇട്ടേക്ക. ഇഞ്ചിപ്പാറക്കോട്ടയിലെ ഇനി ഇറക്കമാണ്. ഇനി മുക്കുഴി. ഇനി മുക്കുഴി അല്ലയോ? കയറ്റം പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇപ്പം ഇറക്കം അതിനേക്കാൾ പ്രശ്നമാണ് ഇല്ലയോ? ഒരു നനവുള്ള പ്രതലമാണ്. എത്ര കയറ്റം കയറിയോ അത്രയും കയറ്റം ഇറങ്ങുക. മുക്കുഴി എല്ലാം ഇറക്കുക. ഇപ്പം സമതരം ഇപ്പം ഒരു ഭീമാകാരനായ വൃക്ഷത്തിൻ്റെ ചുവട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ വൃക്ഷത്തിൻ്റെ വലിപ്പം കാണണമെങ്കിൽ അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ
ഏ ആന സാറ്റ് എടുക്കുന്ന മരം. ഒരാൾ പറയുന്ന എന്നൊരു മിടുക്കം പറയാ, ത്രിലോക്നാഥ് പറയാ ആന സാറ്റ് കളിക്കുന്ന മരമായി കാണാൻ പോകുന്നത്. ആന സാറ്റ് കളിക്കുന്നത് ആ ഭാവന കണ്ടോ. ഇതെന്തോ മരമാണെന്നൊരു പിടിയില്ല, പക്ഷെ ഇതൊരു മരമാണ്. അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ ഒരു മരം ആ വലിപ്പവും അയ്യോ ഇല്ലയോ. ആന കാണുമോ? കാട്ടി വിളിച്ചോണ്ട് അയ്യോ മുക്കുഴിക്കടുത്ത ആണ് സഹോദര മരമാണ്. ഇവനിത്രയാണെങ്കിൽ 1-2 നൂറ്റാണ്ട് എടുക്കും. 3 മരം നിൽക്കുന്നുണ്ട്, വലിയ ഭീമാകാരന്മാരായ മരം. പാറപ്പുറത്താണ് കണ്ടോ, എൻ്റെ പേര് കണ്ടോ, ഈ അരുവിയുടെ അടുത്ത് അരുവിയുടെ തീരത്ത്. എന്നിട്ട് ഇതിനകത്തുനിന്നാണ് വെള്ളം പിടിക്കുന്നത് കണ്ടോ, കണ്ടോ കണ്ടോ, വെള്ളം പിടിക്കാനുള്ള സാധനം ഇട്ടേക്കുന്നുണ്ടോ കണ്ടോ. വെള്ളം കുടിക്കുന്നത് എവിടുന്നാണ്. ഇത്ര നൂറ്റാണ്ട് പഴക്കമുള്ളതായിരിക്കും. മുക്കുഴി താവളം. പന്ത്രണ്ട് 4 മുക്കുഴിയിലെത്തി. 12:04. മുക്കുഴി ഇത് വഴിയാ വാഹനമൊക്കെ വരുന്നത്. ഇനിയും ഇത് മുക്കുഴി. എന്താ മുക്കുഴി എന്താ ഗേറ്റ് ക്ലോസിങ്. പുതുശ്ശേരി, പിന്നെ അത് കഴിഞ്ഞ് കരിമല. ഞങ്ങള് മുക്കുഴി കഴിഞ്ഞു. മുക്കുഴി ഇരുന്ന് വിശ്രമിച്ച ശേഷം ഒരു 10-12 ആകുമ്പോൾ ഞങ്ങൾ ഇനിയും പുതുശ്ശേരിയിലേക്ക് തിരിക്കുകയാണ്. ഞങ്ങൾ 12:53 വള്ളിത്തോട് താവളത്തിൽ. വള്ളിത്തോട് താവളം 4 കിലോമീറ്റർ. വള്ളിത്തോടിൽ നിന്ന് ഇനി അടുത്തത് വെള്ളാറം ചിറ, പിന്നെ അത് കഴിഞ്ഞ് പുതുശ്ശേരി, പിന്നെ അത് കഴിഞ്ഞ് കാരിമല, വലിയാനവട്ടം, പമ്പ, ചെറിയാനവട്ടം, പമ്പ. ഇതാണ് സംഗതി. ഞങ്ങൾ വള്ളിത്തോട് 12:53 ഇവിടെത്തി.
വള്ളിത്തോട് ഫോറസ്റ്റ് ക്യാമ്പാണ്. വന്യമൃഗങ്ങൾ കയറാതിരിക്കാൻ വേണ്ടി നാല് സൈഡിൽ നിന്ന് പാട്ട് ഞാൻ എന്ത് തോന്നല്ലേ പിടിച്ച് അതെ ഞാൻ ചുരുങ്ങി ഇതെല്ലാം ഇറക്കി വേദന വന്നു എനിക്ക്. ഞണ്ട് മറിക്കാം അതിൻ്റെ ഒരു കൈക്ക് എന്തോ പറ്റി. വികലാംഗനുണ്ട്. വെള്ളാരം ചെറ്റ എന്ന സ്ഥലത്തെടുത്തി. ഇനി അടുത്തത് പുതുശ്ശേരി എന്ന സ്ഥലത്തെടുത്തി. ഇനി അടുത്തത് പുതുശ്ശേരി. വെള്ളാരം ചെറ്റ എല്ലാ സ്ഥലമൊക്കെ ഒരുപോലെ ഇരിക്കും. അതൊക്കെ കടലൊക്കെയുള്ള പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് പുതുശ്ശേരി. 4 കിലോമീറ്റർ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പുതുശ്ശേരിയിലേക്ക് പോവുകയാണ്. 1:14. ഒറിജിനൽ വെള്ളാരം ചെറ്റ താവളം ഇതാണെന്നാണ് ഫോറസ്റ്റിലെ ജോലിയുള്ളവർ പറയുന്നത്. മറ്റേ പുറകെ കണ്ട വെള്ളാരം ചെറ്റ ബോർഡ് വെച്ചേക്കുന്ന യഥാർത്ഥത്തിലുള്ള വെള്ളാരം ചെറ്റ ഇതാ. പുതുശ്ശേരി മലയ്ക്കുള്ള കാനനപ്പാതയാണ്. നല്ല സുന്ദരമായ സ്ഥലം അല്ല. നല്ല തണുപ്പാണ് ഇവിടെ. എന്നാൽ ഈ പാത തന്നെ ചെല്ലുന്നത്. പുതുശ്ശേരിക്ക് ഞങ്ങൾ പോകുന്നത് ഒരു ഷോർട്ടായിട്ടുള്ള വഴിയിൽ. ആ ബോർഡൂടെ ഒന്ന് അടിച്ചേ. നോ എൻട്രി അവരിട്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങളത് തിക്കരിക്കുകയാണ്. ഷോർട്ടായിട്ടുള്ള വഴി കറങ്ങിപ്പോകണ്ടെന്നാണ് ഇവിടുത്തെ ചുമടുണ്ടോ എന്ന സ്വാമിമാർ പറഞ്ഞത്. ഇന്നലെ തിരിച്ചിവിടെ ഷോർട്ടായിട്ടുള്ള വഴിയാണ്. ഈ വഴിയെ പോയി നോക്കാം. അവർ പറഞ്ഞത് ഒറ്റയ്ക്ക് പോകരുതെന്നാണ് പറഞ്ഞത്. കാരണം വെച്ചാൽ ഇവിടെ വന്യമൃഗങ്ങൾ കാണും. മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളഞ്ഞു വരുന്ന വഴിയാണ്.
2 കിലോമീറ്റർ, ആകെ 2 കിലോമീറ്ററേ ഉള്ളൂ. 2 കിലോമീറ്റർ ആവണം. ചുമട്ടുകാർ പോകുന്ന വഴിയാണ്. ഇവിടെ എല്ലാ ആനകളൊക്കെ വരുന്നതാണ് കണ്ടോ. ഇത് ഇച്ചിരി പഴയ ആനപ്പിണ്ടമാണ്. പുറകെ വരുന്ന സ്വാമിമാരെ കൂടെ വിളിച്ചു. എന്ത് അവര് ഇതൊരൊറ്റയടിപ്പാതയാണ്. പുതുശ്ശേരി മലയ്ക്കുള്ള ഷോർട്ട് കട്ടാണ്. സ്വാമിയേ ശരണയ്യപ്പ. ഞങ്ങൾ പുതുശ്ശേരി മലയ്ക്ക്, അതായത് എരുമേലി നടന്നു വരിക സന്നിധാനത്തേക്ക് പോകാൻ. അങ്ങനെ പുതുശ്ശേരി മലയ്ക്ക് ഒരു ഷോർട്ട് കട്ടുണ്ട്. ഇന്ന് ഈ ചുമടെടുക്കുന്നവർ പറഞ്ഞു ആ ഷോർട്ട് കട്ടിൽ കൂടെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ആമസോൺ തിക്ക് ഫോറസ്റ്റിൽ കൂടെ വരുന്ന ഒരു പ്രതീതിയാണ്. ഞങ്ങൾ നമ്മളെ പണ്ട് പോയില്ലേ ആമസോൺ, പണ്ട് പോയി. ഞങ്ങളെല്ലാം കൂടെ പോയായിരുന്നു. അവിടെ പോയി അതിൻ്റെ ഒരു പ്രതീതി. അവിടെ പാട്ട് ആദിവാസികളാണ് അല്ല. അന്നേരം ഇവിടെ ചുമടും കൊണ്ട് പോകുന്നവരാണ് ഇതുവഴി പോകുന്നത്. ആനയെ ഓടിക്കാൻ വേണ്ടി പാട്ട് കിട്ടാം. സ്വാമി ഇവിടുന്ന് എത്ര ദൂരമുണ്ട് പുതുശ്ശേരി? പുതുശ്ശേരിക്ക് 2 കിലോമീറ്റർ. പുതുശ്ശേരി 2 കിലോമീറ്റർ. ഇവിടെ ഞങ്ങൾ ഒരു കാര്യം പറയട്ടെ. പറഞ്ഞു. താങ്ക് യു. എന്താ പറയുക, നിങ്ങൾക്ക് പറയാനുള്ള കാര്യം പറ, നിങ്ങളുടെ അനുഭവം പറ. ഇവിടുത്തെ അനുഭവം ഈ കാട്ടിനകത്തൂടെ പോകുന്നതിൻ്റെ അനുഭവം പറയുന്നത്. വളരെ നല്ല അനുഭവമാണ്. അതിന്റെ നല്ല അനുഭവം എന്ന് വെച്ചാൽ എന്താ പറയാ, ഞാൻ ആദ്യമായിട്ടാണ് ഈ വഴി വരുന്നത്. ഞാനും ആദ്യമായിട്ടാണ്. ഞങ്ങൾ ആദ്യമായിട്ട് വരും. ആമസോൺ കുറച്ച് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 3 പേരും ആദ്യമായിട്ടായിരുന്നു. ഈ സമയം പണ്ട് പോയിട്ടൊന്നും അവകാശപ്പെടുന്നത് സത്യമാണോ കള്ളമാണെന്ന് അറിയത്തില്ല. ആ ഭൂസ്വാമി എങ്ങനെയാണെന്ന് നമുക്കറിയാം. അറിയത്തില്ല. താഴെ കാട്ടുചോലയുടെ എന്തോ കളകളാരവോ. ആനയാണ്. ഏതൊരു ഒരു താത്ത ഉണ്ടായിരുന്നെങ്കിൽ കറുത്ത ഇട്ടിട്ട് താഴെ പോയി ഫോട്ടോ ഇവിടുന്ന് ഫോട്ടോ എടുത്താൽ മതി. ഇതാ നിൽക്കുന്ന ആന. ഒരു വലിയ തടി, ഒരു വലിയ തടി. ഒന്ന് പിടിച്ചേ. കണ്ടോ കണ്ടോ തടിയുടെ വലിപ്പം കണ്ടോ. ഇത് എനിക്ക് എനിക്കൊരു 6 അടി, അതിൻ്റെ കൂടി തടിയും 8 അടി കാണും തടി. 3 അടി 5 ഇഞ്ചായി ഇവനെ. മുച്ചാൻ കളത്. ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം 2.5 അടിക്കാരും വന്ന് നിന്നപ്പോൾ എല്ലാം ശരിയായി. ഇപ്പം ഞാൻ നിൽക്കണ്ടായിരുന്നു. ഞങ്ങളെ കുന്തളം എത്തി. കുന്തളം യൂട്യൂബ്.
സമയം എവിടെ നിന്ന് വരുന്നു? ചെന്നൈ. ചെന്നൈ. പേരെന്താ? വെങ്കട്ടരമണ. കൃഷ്ണകുമാർ. കൃഷ്ണകുമാർ. ബെസ്റ്റ് ഫ്രണ്ട്. സ്വാമിശരണം സാർ. ഗുരുസ്വാമി. ഗുരുസ്വാമി. ചെന്നൈ. ചെന്നൈ. ആ ബോട്ട് കുന്നളം ഇല്ലല്ലോ. ജ്യൂസ്. കുന്തളം. അങ്ങനെ പുതുശ്ശേരി താവളത്തിൽ എത്തി. പുതുശ്ശേരി താവളം ഇപ്പോൾ സമയം 2:32. ഞങ്ങൾ ഇന്നിവിടെ സ്റ്റേ ആണ്. ഇവിടെ കുളിച്ച് ആഹാരം കഴിച്ച് ഇവിടെ വിരി വെച്ച് കിടക്കുകയാണ്. തീരുമാനം നാളെ കരിമല കയറി ചെറിയാനവട്ടം ഒക്കെ ഉണ്ട്. വലിയാനവട്ടം പമ്പയിലെത്തി ശബരിമല കയറും. ഇന്നിവിടെ റെസ്റ്റ്. പുതുശ്ശേരി മല അത് ആറ്റിൽ അവിടെ ഓലിയുണ്ട്. ഓലി ആരാന്നോ ഓലിയാണോ അറിയത്തില്ല. കുളിക്കാൻ പോവുക. കട്ടിലേ